കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഉപ്പ്, പുളിപ്പ്, കടുകുമണി, എണ്ണ, മാവ്, ഇതെല്ലാം കണ്ടോ? എന്തിന് ഒരുപാടൊന്നും വേണ്ട. ഈ ഉപ്പും പുളിപ്പും കടുകുമണിയും മനസ്സിലായാൽ ദൈവരാജ്യം സമാധാനം നിങ്ങളിലാവും. വലിയ വലിയ തിയോളജി ഒന്നും പഠിക്കണ്ട. സാധാരണക്കാരെ പോലെ എന്താണ് ഉപ്പ്, ഉപ്പ് എന്തിനുള്ളതാണ്, പുളിപ്പ്, കടുകുമണി, ഇത് മൂന്നെണ്ണം മനസ്സിലാക്കിയാൽ മതി. അപ്പം അങ്ങനെ ഈ ഉപ്പിൻ്റെ ഒരു പ്രത്യേകത, അതങ്ങ് പെട്ടെന്ന് താനെ അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. എല്ലാ സാഹചര്യത്തിലും എല്ലാവരിലും അലിയും എന്ന പോലെയാണ് ദൈവരാജ്യം. അതാ ഞാൻ പറഞ്ഞത്, ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ ഒരുപാട് ഉപമകൾ പറഞ്ഞുവെങ്കിലും ഓരോടത്തും ഈശോ പറഞ്ഞിട്ടില്ല ദൈവരാജ്യം ഇന്നതാണെന്ന്. അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അത്രയ്ക്ക് വിശാലമായതാണ് ദൈവരാജ്യം. അപ്പോൾ എന്തിനു പറയണു? ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മസിൽ പവർ കൊണ്ട് ദൈവരാജ്യം നേടാൻ പറ്റില്ല. ഫരിസേയരും നിയമജ്ഞരും അവരുടെ അധ്വാനം കൊണ്ട് നീതി നേടാമെന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരെ എൻ്റെ അടുത്ത് വരുവീൻ, ഭാരം ചുമക്കുന്നവരെ. ഇതൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതാണ്. നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അധ്വാനവും ഫിസിക്കലായിട്ടുള്ള ഭാരത്തെക്കുറിച്ചല്ല. ഇപ്പം ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ വളരെ അസമാധാനമായിരിക്കാം, അതൊരു ഭാരമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു ഉദാഹരണമാണ് കേട്ടോ. പറഞ്ഞോട്ടെ. അത് ഇങ്ങനെയാണ്. ഞാനൊരിക്കൽ, അല്ലെങ്കിൽ വേണ്ട പറയണ്ട, എന്നാലും ഞാനേ